Poetry by Marianne. പോയിട്രി എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ് ആ കവിത എഴുതാനുള്ള ഒരു ടാലൻ്റ് അല്ലേ കവിത എന്നൊക്കെയുള്ളൊരർത്ഥം. I too dislike it. There are things that are important beyond all this feeling. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എനിക്കും ഇത് ഇഷ്ടമല്ല, ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഭയങ്കര യൂസ്ലെസ് ആണ്, ഇതിനു വേണ്ടി സമയം കളയാനില്ല എന്നൊക്കെയാണ്, വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പോയട്രീനെയാണ് പറയുന്നത്. പോയട്രീനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കും പോയട്രി ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. Reading it, however, with a perfect contempt for it, one discovers that there is in it, after all, a place for the genuine. Hands that can grasp, eyes that can dilate, hair that can rise. If it must, these things are important not because a high-sounding interpretation can be put upon them, but because they are useful. So, ഇനി പറയുന്നത് നമ്മളിപ്പോൾ ഒരു പോയിട്രി, ഒരു കവിത, അതിനെ നമ്മൾ നല്ലൊരു പുച്ഛത്തോടെ വായിക്കുകയാണ്, അല്ലാതെ അതിന് വലിയ വിലയൊന്നുമില്ല, അത് കൊള്ളില്ല, യൂസ്ലെസ് ആണ് എന്നൊക്കെയുള്ളൊരു നിലയിൽ വളരെ പുച്ഛത്തോടെ മാത്രം നമ്മൾ ഒരു ബുക്ക് വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ജെന്യുവിനിറ്റി, ഒരു സത്യസന്ധത, അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നുവാണെങ്കിൽ, ജെന്യുവിനായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ ജെന്യുവിനായിട്ട് തോന്നുകയാണ്, അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് അതിനൊരു മൂവ്മെൻ്റ് ഉണ്ടാകും, അതിന് എന്ത് വേണമെങ്കിലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി അത് ഡൈലൈറ്റായി പോകും, അതായത് ഇങ്ങനെ മതിമറന്നു പോകുമെന്ന് പറയത്തില്ലേ, അങ്ങനെ പോകും. ഹെയർ, മുടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ രോമാഞ്ചം വന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ മുടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സാധനം ജെന്യുവിനായിട്ടൊരു പോയട്രി വായിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ ഫീലിങ്സ് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്തുകൊണ്ടാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ഇതെല്ലാം ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻ. പലപ്പോഴും നമ്മൾ ഓരോ കവിതകൾ വായിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ആ വരിയിൽ പറയുന്ന കാര്യമായിരിക്കത്തില്ല ആ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴുള്ള സാധനങ്ങളായിരിക്കില്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിനെല്ലാം വേറൊരു ഉള്ളിലൊരു അർത്ഥം കാണും, അകത്തൊരു മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ കാണും. അപ്പോൾ ഒരിക്കലും ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മറ്റൊരർത്ഥമുള്ളത് കൊണ്ടല്ല നമ്മൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ തോന്നുന്നത്, പക്ഷേ അത് നമുക്ക് യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കവിത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ നല്ലൊരു കവിതയാണെന്ന് പറയുന്നത് എപ്പോഴാണ്, അത് പല പല ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളത് കൊണ്ടല്ല, നമ്മൾക്ക് യൂസ്ഫുൾ ആവുന്ന കവിതയാണ് എപ്പോഴും നല്ല കവിത എന്നാണ് പറയുന്നത്. When they become so derivative as to become unintelligible, the same thing may be said for all of us, that we do not admire what we cannot understand. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കവിത ഡെറിവേറ്റീവ് ആവാന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല, നമ്മൾ മറ്റുള്ളതിനെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഒരു കവിത ഇമിറ്റേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റലിജിബിൾ അല്ല, ബുദ്ധിയുള്ളതല്ല, ബുദ്ധിപരമായിട്ട് എഴുതിയതല്ല, അത് കോപ്പിയിങ് മാത്രമാണ് അല്ലേ. അതിനകത്ത് ഒന്നുമില്ല നമുക്ക് നമ്മുടെ ബുദ്ധിനെ ഉണർത്താനോ ബുദ്ധിയിലേക്ക് സ്റ്റോർ ചെയ്യാനോ ഒന്നും. കാര്യം അത് മറ്റാരുടെ കോപ്പി അടിച്ചാണ്, അല്ലെ അത് ഇമിറ്റേഷനാണ്, അല്ലെ അത് ഒറിജിനലല്ല. അപ്പോൾ ഈ സെയിം കാര്യം തന്നെ നമുക്ക് പറയാം, നമ്മൾ മേളിൽ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് പറയാം. നമ്മൾ ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്ത ഒരു സാധനത്തെ നമ്മൾ അഡ്മയർ ചെയ്യത്തില്ല, നമ്മൾ അതിനെ സ്തുതിക്കത്തില്ല, അല്ല നമ്മളതിനെ സ്നേഹിക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളില്ല. The bat holding on upside down or in quest of something to eat, elephants pushing, a wild horse taking a roll, a tireless wolf under a tree, the immovable critic twinkling his skin like a horse that feels a flea, the baseball fan, the statistician, case after case could be cited did one wish it.
Nor is it valid to discriminate against business document and school books. All these phenomena are important. അപ്പോൾ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എക്സാമ്പിൾസാണ് മരിയാൻ അമ്മൂർ പറയുന്നത്. ബാറ്റ് എപ്പോഴും എങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സൊക്കെ തലകീഴായി മറിഞ്ഞ് തൂങ്ങിക്കിടന്നാണ്. എലഫൻസ് പുഷിങ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഉദ്ദേശിക്കാം. എലഫൻസ് അതിൻ്റെ ലേബർ ടൈം, അതായത് ചൈൽഡ് ബർത്തിൻ്റെ സമയത്തുള്ള പുഷിങ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ എലഫൻസ് ഇങ്ങനെ ദേഷ്യം തീർക്കാൻ മരത്തിലൊക്കെ പോയി ഇങ്ങനെ തള്ളാറില്ലേ, അപ്പോൾ അങ്ങനെ അത് രണ്ട് രീതിയിലെടുക്കാം. എലഫൻറ്റിൻ്റെ പുഷിങ്, വൈൽഡ് ഹോഴ്സ് ടേക്കിങ് എ റോൾ, ഇപ്പം കുതിരയൊക്കെ ഇങ്ങനെ കടന്നു ഉരുളാറില്ലേ അത്. പിന്നെ ഒരു ചെന്നായ മരത്തിനിടയിൽ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ മരത്തിന് മുകളിലുള്ള എന്തെങ്കിലും ഇറങ്ങി വരാനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരിക്കും. പിന്നെ ക്രിട്ടിക്ക് അറിയാമല്ലോ, എന്തും വായിച്ചതിനെക്കുറിച്ച് ക്രിട്ടിക്ക് ചെയ്യുന്നവർ. ആ ഒരു ക്രിട്ടിക്കിൻ്റെ ദേഹത്ത് ഒരു ഈച്ച വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മളങ്ങനെ തൊലി ചുളുക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഫീല്. ഒരു ബേസ്ബോളിൻ്റെ ആരാധകൻ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ആൾ. പിന്നെ അങ്ങനെ ഒരുപാട് കേസ് ആഫ്റ്റർ കേസ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതൊക്കെ നമ്മൾ സൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണ്ടിയിട്ടോ നമ്മളത് ആഗ്രഹിച്ചോ ഒന്നുമല്ല. പക്ഷെങ്കിൽ അത് വാലിഡായതുകൊണ്ടുമല്ല, ഈ കാര്യങ്ങളൊന്നും വാലിഡായിട്ടുമല്ല നമ്മളിതൊക്കെ പറയുന്നത്, അല്ല നമുക്കിതൊക്കെ വേണ്ടിയിട്ടുമല്ല. നമ്മളെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഒന്നിനും തരം തിരിക്കരുത്, നമ്മളൊന്നിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ഒരു ബിസിനസ് ഡോക്യുമെൻറ്റിനെയോ ഒരു സ്കൂൾ ബുക്കിനെയോ ഒന്നും നമ്മൾ തരം തിരിക്കില്ല. ഇത് കൊള്ളില്ല, ഇത് കൊള്ളാവുന്നതാണ് എന്നുള്ള നിലയിലൊന്നും ഒന്നിനെ നമ്മൾ മാറ്റി നിർത്തരുത്. എല്ലാ ഫിനോമിനയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ബുക്കായാലും ബിസിനസ് ഡോക്യുമെൻ്റ് ആയാലും ഈ മൃഗങ്ങളുടെ ഈ ഒരു പ്രവൃത്തികളായാലും ഒക്കെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഈ പ്രവൃത്തികളൊന്നും കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് യൂസ്ലെസ് ആണെന്ന് തോന്നും. കാരണം ഒരു ബാറ്റിന് വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചാലും കഴിക്കാമല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഓരോ മൃഗങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഇവർക്കൊന്നും ഇങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല, ഇതൊന്നും ചെയ്താലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒന്നും തമ്മിൽ നമ്മളൊരു ഡിസ്ക്രിമിനേഷനും ചെയ്യരുത്. നമ്മളെല്ലാം ഒരേപോലെ കാണണം, കാരണം എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. One must make a distinction, however. When dragged into prominence by half-poet, the result is not poetry. പക്ഷെങ്കിൽ നമ്മളെപ്പോഴും ഇതിനകത്തെല്ലാം ഒരു ഡിസ്റ്റിങ്ഷൻ വെക്കണമെന്നാണ് പിന്നീട് നമ്മളോട് പോയറ്റ് പറയുന്നത്. ആദ്യം പറഞ്ഞു എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു നമ്മളിതിൻ്റെ എല്ലാ ഇടയ്ക്കൊരു വേർതിരിവ് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹാഫ് പോയറ്റ്സ് ഉണ്ടല്ലോ, അതായത് അവർ ശരിക്കും പോയറ്റ്സ് അല്ല, അവർ ഹാഫ് പോയറ്റ്സ് മാത്രമാണ്. അതായത് മുറി എഴുത്തുകാരെന്നോ മുറിക്കവികളെന്നൊക്കെ നമുക്ക് പറയാം. അവർ കവികളാണെന്ന് പ്രിറ്റൻഡ് ചെയ്ത് നടക്കും, കോപ്പിയൊക്കെ അടിച്ചിങ്ങനെ എഴുതിയൊക്കെ നടക്കും. അപ്പം അവരെ പോലുള്ളവരുടെ കവിതകളിലേക്ക് നമ്മൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പോയട്രിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ, അതിനൊക്കെ അവസാനം റിസൾട്ടായിട്ട് വരുന്നത് ഒരു പോയട്രി അല്ല. ഇപ്പോൾ നമ്മൾ ബിസിനസ് ഡോക്യുമെൻ്റ് സ്കൂൾ ബുക്സിൻ്റെ കാര്യം പറഞ്ഞത്, ആ ഒരു കൊട്ടേഷൻ ടോൾസ്റ്റോയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡയറീസ് ഓഫ് ടോൾസ്റ്റോയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പറയുന്നത് പോയട്രി ഈസ് വേഴ്സ്, പ്രോസ് ഈസ് നോട്ട് വേഴ്സ്, or else poetry is everything with the exemption of business document and school books. അപ്പോൾ അങ്ങനെ ടോൾസ്റ്റോയ് പറഞ്ഞൊരു കാര്യം എടുത്തിട്ടാണ് മുകളിലത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോൾസ്റ്റോയ് എന്താ പറഞ്ഞത്, പോയട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരികളായിട്ട് കവിതയുടെ ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെയാണ് പോയട്രി എഴുതുന്നത്. അപ്പോൾ പോയട്രി വേഴ്സാണ്. പ്രോസ് എന്ന് പറഞ്ഞാൽ വേഴ്സ് അല്ലാത്ത എന്താണോ അതാണ് പ്രോസ്, കവിതയല്ലാത്ത എന്താണോ അതാണ് കഥ, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു സാഹിത്യത്തിൻ്റെ വേറൊരു ശൃംഖല എന്നൊക്കെ പറയുന്ന പോലെയാണ് ടോൾസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ, പോയട്രി എന്ന് പറയുന്നത് ബിസിനസ് ഡോക്യുമെൻറ്റോ അല്ല സ്കൂൾ ബുക്ക് അല്ലാത്ത എന്തിനേയും നമുക്ക് പോയട്രി എന്ന് പറയാമെന്നാണ് ടോൾസ്റ്റോയ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മരിയാന മൂർ അത് മാറ്റി എഴുതിയിരിക്കുകയാണ്. സ്കൂൾ ബുക്സും
അല്ലെ ബിസിനസ് ഡോക്യുമെൻറ്റും ഒന്നും നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാത്തിനും നമ്മൾ ഒരേപോലെ കാണണം. എല്ലാത്തിനും തുല്യ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഹാഫ് പോയിറ്റ്സിനെ തിരിച്ചറിയുകയും വേണം. അവരെഴുതുന്ന ഒന്നും പോയിട്രി അല്ലെന്നും പറയുന്നുണ്ട്. Nor till the autocrats among us can be literalist of the imagination. ലിറ്ററലിസ്റ്റ് ഓഫ് ദി ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ്സ് പറഞ്ഞ വാക്കുകളാണ്. W.B. ഈറ്റ്സ് ആ പോയിറ്റാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഹി വാസ് എ ടു ലിറ്ററലിസ്റ്റ് റിയലിസ്റ്റ് ഓഫ് ഇമാജിനേഷൻ. Nor till the autocrats among us can be literalist of the imagination, above insolence and triviality, and can present for inspection imaginary gardens with real thoughts in them, shall we have it. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കുള്ള കുറച്ച് ഓട്ടോക്രാറ്റ്സ് ഉണ്ട്. ഓട്ടോക്രാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിക്റ്റേറ്റർഷിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, സ്വേച്ഛാധിപത്യം, സ്വയംഭരണം, അങ്ങനത്തെ അർത്ഥം. അപ്പം നമ്മളുടെ ഇടയിലുള്ള കുറച്ച് ഓട്ടോക്രാറ്റ്സ് ഉണ്ട്. അവർക്കൊന്നും ലിബറലിസ്റ്റ് ഓഫ് ഇമാജിനേഷൻ ആവാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലിബറലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആ ഇമാജിനേഷൻ എന്നുള്ളൊരു തിയറി അല്ലെങ്കിൽ ഇമാജിനേഷനിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന, അതിൻ്റെ വക്താവാകാൻ നമ്മളിലുള്ള ചില ഓട്ടോക്രാറ്റ്സിനൊന്നും കഴിയില്ല. എബവ് ഇൻസോളൻസ് ആൻഡ് ട്രിവിയാലിറ്റി. എബവ് അതിന് മുകളിലായിട്ട്. ഇൻസോളൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുച്ഛം, അല്ല നമ്മളതിനെ ഇൻസൾട്ട് ചെയ്യുക. അപ്പോൾ അതിനെല്ലാം മേലെ നമ്മുടെ പുച്ഛം, നമ്മളുടെ ട്രിവിയാലിറ്റി, നമ്മളതിനെ വെറും നമ്മളതിനൊരു വില കൊടുക്കുന്നില്ല, വളരെ ചെറുതായിട്ട് മാത്രമാണ് കാണുന്നത്. അതെല്ലാമാണ് കൂടുതലായിട്ടും അവിടെ പ്രസൻ്റായിട്ടുള്ളത്. എന്താണ് പ്രസൻ്റ് ആവുന്നത്? നമ്മൾ അതിനെ പുച്ഛിച്ച് കാണുന്നതും നമ്മളതിൻ്റെ വില കൊടുക്കാത്തതും ഒക്കെയാണ് അവിടെ കാണുന്നത്. അല്ലാതെ നമ്മളാരും ഇവരുടെ ഈ ഒരു ഇമാജിനേഷൻ, ഈ ഒരു ഹാഫ് പോയിറ്റ്സിൻ്റെ ഇമാജിനേഷൻ, അവരുടെ പോയിട്രി ഒന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന്. പിന്നെ ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ആയിരിക്കണം? അതിനകത്തൊരു ഇമാജിനറി ഗാർഡൻ വേണം. നമ്മുടെ കവിതയിൽ നമ്മളുടെ ഇമാജിനേഷൻ്റെ ഫലമായിട്ട് നമ്മളവിടെ ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം നമ്മൾ സെറ്റപ്പ് ചെയ്യണം. പക്ഷെങ്കിൽ അതിനകത്ത് റിയൽ തോട്ട്സിനെ നമുക്ക് വേണം. റിയലായിട്ടുള്ള തവളകളെ നമുക്കതിൽ വേണം. അപ്പോൾ ഇമാജിനറി ഗാർഡനിൽ റിയലായിട്ടുള്ള തവളകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കറക്റ്റ് ആവുന്നത്? ഗാർഡനേ ഇമാജിനറി, അപ്പോൾ അതിനകത്ത് റിയൽ തവള വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ മരിയാന മൂർ കൊണ്ടുവരുന്ന ഒരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പോയട്രിയുടെ ഒരു റിയൽ എസൻസ്. പോയട്രി ഇമാജിനേഷൻ ആയിരിക്കാം, പക്ഷേ അതിനകത്ത് എപ്പോഴും ഒരു റിയൽ ഫീലൂടെ വേണം, അതിനകത്തൊരു റിയാലിറ്റിയും കൂടെ വേണം. നമ്മൾ ഇമാജിനേഷൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് നമ്മുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിരിക്കണം, നമുക്കത് യൂസ്ഫുൾ ആയിരിക്കണം എന്നൊക്കെയാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In the meantime, if we demand on one hand in defense of their opinion the raw material of poetry in all its rawness, and that which is on the other hand genuine, then you are interested in poetry. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഒരു സൈഡിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. ഓൺ വൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓൺ വൺ ഹാൻഡ് ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പറയത്തില്ല. അപ്പോൾ ഒരു സൈഡിൽ ഡിമാൻഡ് ചെയ്യുകയാണ്. ഇൻ ഡിഫിയൻസ് ഓഫ് ദെയർ ഒപ്പീനിയൻ, നമ്മൾ എതിർക്കുകയാണ്, റെസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഒപ്പീനിയനെ നമ്മൾ എതിർക്കുകയാണ്. എന്താണ് നമ്മൾ, അതായത് നമ്മൾ ഈ ഒരു പോയട്രി അല്ലാത്തതിനെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് എതിർക്കണം. എന്നിട്ട് നമ്മൾ പറയണ്ടേ ദ റോ മെറ്റീരിയൽ ഓഫ് പോയട്രിക്ക് എല്ലാത്തിനും ഒരു റോ മെറ്റീരിയൽ വേണം. അതായത് ഈ അസംസ്കൃത വസ്തുക്കൾ നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ആ പോയട്രി ഉണ്ടാവുന്ന ആ ഒരു കറക്റ്റ് ആ ഒരു പോയിൻ്റ്, അതിൻ്റെ കറക്റ്റ് ഒരു തീം, അല്ലെ എന്തിൽ നിന്നാണ് ആ പോയട്രി ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റോ മെറ്റീരിയൽ അതിൻ്റെ എല്ലാ റോനെസ്സോടെ, ഇപ്പോൾ റോനെസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ പച്ചയായിട്ട് നമ്മൾക്ക് ആ ആശയം എങ്ങനെയാണോ കിട്ടിയത് അത് മറ്റാരിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ നമ്മുടേതായ നിലയിൽ നമ്മൾക്ക് ആ പോയട്രീനെ അവതരിപ്പിക്കാൻ കഴിയണം. ഒന്ന്.
പിന്നെ മറ്റൊരു കയ്യിൽ, അതായത് ഞാൻ പറഞ്ഞ ഒരു സൈഡിൽ വൺ ഹാൻഡിൽ നമ്മൾ പോയട്രീനെ അതിൻ്റെ എല്ലാ റോനെസ്സോടും കൂടി അതിൻ്റെ റോ മെറ്റീരിയൽസിനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം. മറ്റേ കയ്യിൽ അതർ ഹാൻഡിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോയട്രി ജെനുവിൻ ആയിരിക്കണം. നമ്മുടെ പോയട്രി സത്യസന്ധമായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇത് തന്നെ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ മറ്റേ കയ്യിൽ നമ്മുടെ പോയട്രി ജെനുവിനോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയട്രിയിൽ ഇൻട്രസ്റ്റഡ് ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ പോയട്രിയിൽ ഇൻട്രസ്റ്റഡ് അല്ല. അതാണ് ആദ്യം തൊട്ടേ പറയുന്നത്. പോയട്രി പുള്ളിക്കാരി ഇൻട്രസ്റ്റഡ് അല്ല, നമ്മുടെ പോയറ്റ് വെറുതെ സമയം കളയാനില്ല, അതിൽ നല്ല കാര്യങ്ങളൊക്കെ വേറെ ചെയ്യാനുണ്ട്. പോയട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു പോയട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം, അല്ലാതെ ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻസ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള വാക്കുകളോ ജോ ബ്രേക്കിംഗ് സൗണ്ട്സോ ഒന്നുമല്ല വേണ്ടത്. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം. ആ പോയട്രി ജെനുവിൻ ആയിരിക്കണം, ഇമിറ്റേഷൻ ആവാൻ പാടില്ല. പിന്നെന്താ, നമ്മൾക്ക് മനസ്സിലാവാത്ത ഒന്നിനെ നമ്മൾ അഡ്മയർ ചെയ്യത്തില്ല, നമ്മൾ സ്നേഹിക്കത്തില്ല, നമ്മൾ ഉൾക്കൊള്ളില്ല. അതിന് എക്സാമ്പിളായിട്ടാണ് പിന്നെ പറയുന്നത് വവ്വാലിൻ്റെ കാര്യവും ഈ എലഫൻറ്റിൻ്റെ കാര്യവും ഒക്കെ ഇതിനെല്ലാം എക്സാമ്പിൾസായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ മുഴുവൻ തീം.